അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോറൻസ് ഫോഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതിൻ്റെ പോയിൻറ്റ്സിനെ കുറിച്ചാണ്. ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആണ്. അതിൽ ആദ്യത്തെ പോയിന്റ്, ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും എന്നുള്ളതാണ്. ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, എപ്പോഴൊക്കെയാണ് ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ അതിൽ ഫോഴ്സ് 0 ആവുക എന്നുള്ളതാണ്. അതിലാദ്യത്തെ പോയിന്റ്, അത് ചാർജ് മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ പാരലൽ ആയാലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആൻറ്റി പാരലൽ ആയാലോ ഫോഴ്സ് 0 ആയിരിക്കും എന്നുള്ളതാണ്. പാരലൽ ആവുമ്പോൾ നിങ്ങൾക്കറിയാം ആംഗിള് തീറ്റ 0 ആണ്, സൈൻ 0 0 ആണ്. അതേപോലെ ആൻറ്റി പാരലൽ ആയിരിക്കുമ്പോഴും ആംഗിള് 180 ഡിഗ്രി ആണ്, സൈൻ 180യും 0 ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനിൽ QVB സൈൻ തീറ്റയിൽ സൈൻ 0യും സൈൻ 180യും 0 ആയതുകൊണ്ട് ഫോഴ്സ് 0 ആയിരിക്കും. ഓർക്കുക, വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പാരലലോ ആൻറ്റി പാരലലോ ആയാൽ ആ ഒരു പാർട്ടിക്കിളിൽ ഒരു ഫോഴ്സും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്, ചാർജ് ജസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ റെസ്റ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യാതിരിക്കുമ്പോൾ, ജസ്റ്റ് വെച്ചിരിക്കുകയാണ്, മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണെങ്കിൽ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോഴ്സ് 0 ആയിട്ട് മാറും. ഓർക്കുക, ചാർജ് മൂവ് ചെയ്താൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണ്, ചാർജ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രൽ പാർട്ടിക്കിളിന് ചാർജ് ഒന്നും ഇല്ലാത്ത പാർട്ടിക്കിൾ, ന്യൂട്രോൺ പോലെയുള്ള ചാർജ് ഒന്നും ഇല്ലാത്ത പാർട്ടിക്കിൾ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അപ്പോൾ 3 പോയിന്റ് ആണ് ഓർക്കാനുള്ളത്. ഒന്നുകിൽ വെലോസിറ്റി, ചാർജ് മൂവ് ചെയ്യുന്നത് പാരലലോ ആൻറ്റി പാരലൽ ആയാലോ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് റെസ്റ്റിലായാലും, മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന പാർട്ടിക്കിള് ന്യൂട്രൽ ആയാലും അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അടുത്ത പോയിന്റ്, എപ്പോഴാണ് ഫോഴ്സ് മാക്സിമം ആവാനുള്ള കണ്ടീഷനാണ്. ഫോഴ്സ് മാക്സിമം ആവാൻ സൈൻ തീറ്റ മാക്സിമം ആവണം. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ സൈൻ 91 ആണ്. അപ്പോൾ തീറ്റ മാക്സിമം ആവുമ്പോൾ ഫോഴ്സ് മാക്സിമം ആവുക, അതായത് വിയും ബിയും പെർപെൻഡിക്കുലർ ആവുമ്പോൾ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. മാക്സിമം വാല്യൂ ഫോഴ്സിൻ്റെത് സൈൻ തീറ്റ 1 ആയിക്കഴിഞ്ഞാൽ F = QVB ആയിരിക്കും. ഓർക്കുക, മാക്സിമം വാല്യൂ F = QVB ആയിരിക്കും. ഡയറക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആണ് ഡയറക്ഷൻ, which is given by റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. പിന്നെ ഇതുമായിട്ട് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അടുത്ത പ്രോപ്പർട്ടീസ് നിങ്ങൾക്കറിയാം, ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡിനും ബിക്കും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ വർക്ക് ഡൺ 0 ആണ്. എന്തുകൊണ്ടാണ് വർക്ക് ഡൺ 0 ആയത്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു F ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം എഫും ഡിയും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആവുമ്പോൾ കോസ് തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ FD കോസ് തീറ്റയാണ്. കോസ് 90 0 ആണ്, വർക്ക് ഡൺ 0 ആണ്. ഓർക്കുക, പലപ്പോഴും വൺ വേർഡ് ആയിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് ഓൾവേസ് 0. അതുകൊണ്ട് തന്നെ അത് കൈനറ്റിക് എനർജിയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്.
മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഡസ് നോട്ട് ചേഞ്ച് ദ കൈനറ്റിക് എനർജി. നിങ്ങൾ വർക്ക് എനർജി തിയറം പഠിച്ചതാണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അപ്പം കൈനറ്റിക് എനർജിയെ അത് ബാധിക്കുന്നില്ല. പക്ഷെ മാഗ്നറ്റിക് ഫോഴ്സ് മൊമെന്റം ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ ഇൻസ്റ്റന്റിലും അത് ഡയറക്ഷനെ മാറ്റാം. ഫോഴ്സ് കൊണ്ട് വെലോസിറ്റി മാറുന്നുണ്ട്. അപ്പം അത് മൊമെന്റം ചേഞ്ച് ചെയ്യും, കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നില്ല. ഇത്രയും പോയിന്റ്സ് ലോറൻസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുക. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോറൻസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കണ്ടീഷൻസ് പറയാനുണ്ട്. അതിൻ്റെ അപ്ലിക്കേഷൻസ് പറയാനുണ്ട്. അത് അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ.